വിവാഹശേഷം വിവാഹശേഷം പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വീട്ടിലുള്ള മറ്റംഗങ്ങളുമായിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ട്. ഇതേപോലെ തന്നെ ഏത് വീട്ടിലേക്കാണോ ചെന്ന് കയറുന്നത് ആ വീട്ടിലുള്ളവർക്കും നിറയെ പ്രതീക്ഷകളുണ്ട്. അപ്പോൾ താൻ ഇതുവരെ ഒരു പെൺകുട്ടിയായി ജീവിച്ചു. ഇപ്പോൾ താനൊരു ഭാര്യയാണ്. പഴയ ജീവിതമല്ല, കുറേ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാനുണ്ട്. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. തൻ്റെ ഭർത്താവായി വന്നിരിക്കുന്നവർ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടായിരിക്കും തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ സന്തോഷം നൽകി സമാധാനമായിട്ട് മുന്നോട്ട് പോവുക എന്നൊക്കെ ഉള്ള മനസ്സിലെപ്പോഴും ഓർക്കുക. തൻ്റെ ഭർത്താവാണ്. തനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായാലും അദ്ദേഹത്തോട് സംസാരിക്കുക, സംശയങ്ങളൊക്കെ തീർക്കുക. അങ്ങനെ തൻ്റെ ഭർത്താവിനൊരു താങ്ങും തണലുമായും മാറണം എന്ന് ഓരോ പെൺകുട്ടിയും തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിൽ കരുതി കഴിഞ്ഞാൽ കുറേയേറെ പ്രതിബന്ധങ്ങൾ വന്നു കഴിഞ്ഞാലും തരണം ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത്. അപ്പോൾ ആ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യമേ ആ ജീവിതത്തെക്കുറിച്ചും അവിടെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടാവേണ്ടതാണ്. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ അതിനെ പരിഹരിക്കാൻ പറ്റാതെ പോകരുത്. അതുകൊണ്ട് നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ജീവിതം ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കരുതിയിരുന്നുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതിനെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ നമ്മളുടെ ഭർത്താവിൻ്റെയും അവരുടെ വീട്ടുകാരുടെയും സഹായം കൂടി വേണ്ടി വരും. അവരുടെയും കൂടി ചേർത്തുകൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ. പിന്നെ ഇങ്ങനെ ഞാൻ പറയുമ്പോഴും കയറി വരുന്ന പെൺകുട്ടിയെ ഉൾക്കൊള്ളാതെ മാറ്റി നിർത്താം എന്ന മനസ്സിൽ കരുതുന്ന വ്യക്തികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തികളുമായിട്ടും നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു കാര്യത്തിനും പോകാതിരിക്കുക. അവരുടെ മനസ്സ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ നടന്ന് അവരെ നന്നാക്കാം, നമ്മുടെ ഒപ്പം ചേർക്കാം എന്നൊക്കെ വിചാരിച്ചാൽ പലപ്പോഴും സാധിക്കില്ല. കാരണം അവരുടെ മനസ്സിലൊന്ന് ഉറച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ പ്രത്യേകതയാണ്. അവരൊരിക്കലും മാറുകയില്ല. അത് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെയാണല്ലോ അവർക്ക് സ്വന്തമായിട്ടൊരു ബോധം വരണം. അതുവരെ നിങ്ങൾ എന്ത് ചെയ്താലും അതിനൊരു മാറ്റവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കുടുംബമാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഒരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്കൊപ്പം അയാളുടെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നതാണ് ഏറ്റവും ഉത്തമം.